ആലപ്പുഴ ഹരിപ്പാട് ബസ്സിനുള്ളിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ KSRTC ജീവനക്കാരൻ അറസ്റ്റിലായിട്ടുണ്ട്. കായംകുളം ഡിപ്പോയിലെ ജീവനക്കാരനായ വയലാർ സ്വദേശി രഞ്ജനാണ് പിടിയിലായത്. കൊല്ലത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്ന യാത്രക്കാരിയാണ് ഇയാൾ കടന്നു പിടിച്ചത്. യാത്രക്കാരി ബഹളം വെച്ചതോടെ ഇയാൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടിയെങ്കിലും ബസ് ഡ്രൈവർ ഓടിച്ചിട്ട് ഇയാളെ പിടികൂടി. മനീഷ് മെഹിബാൽ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. മനീഷ, ഈ പ്രിയദർശിനി പദ്ധതിയുടെ കാലമാണ്. അത്രയേറെ ഈ ഒരു KSRTCയും KSRTC ബസ്സും അതിലെ ജീവനക്കാരും ഗതാഗത വകുപ്പുമെല്ലാം ജനഹൃദയങ്ങൾ കീഴടക്കി മുന്നോട്ട് കുതിക്കുന്നൊരു സമയം. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു വലിയ സപ്പോർട്ട് ഇപ്പോൾ KSRTCക്ക് ഉണ്ട്. അതിനിടയിലാണ് KSRTCയിൽ തന്നെ ഒരു ജീവനക്കാരൻ യാത്രക്കിടയിൽ ഒരു യുവതിയോട് ഇത്ര മോശമായ രീതിയിൽ പെരുമാറിയത്. ശരിക്കും എന്താണ് സംഭവിച്ചത്? അത് ഇന്ന് രാവിലെ 6:30ക്കും 7 മണിക്കും ഇടയിലാണ് ഈ സംഭവം നടക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് പുറപ്പെട്ട കരുനാഗപ്പള്ളി സൂപ്പർഫാസ്റ്റ് ബസ്സിലാണ് ഒരു സ്ത്രീ കൊല്ലത്തേക്ക് സഞ്ചരിച്ചിരുന്നത്. ഇവർ ബസ് യാത്ര തുടർന്നു. അവിടെ നിന്നും അമ്പലപ്പുഴയിൽ വെച്ചാണ് ഒരാൾ ബസ്സിലേക്ക് കയറുന്നത്. ആ ബസ്സിൽ കയറിയ ആൾ ഈ സ്ത്രീയുടെ തൊട്ടരികിലേക്ക് ഇരിക്കുകയാണ്. പിന്നീട് ആലപ്പുഴ അമ്പലപ്പുഴ കഴിയുന്നു. അമ്പലപ്പുഴ കഴിഞ്ഞ് തോട്ടപ്പള്ളി കഴിഞ്ഞാണ് കന്നുകാലി പാലം എന്നൊരു സ്റ്റോപ്പിൽ വെച്ച് ഈ അടുത്തിരുന്ന യാത്രക്കാർ ഇറങ്ങുമ്പോഴാണ് ഈ സ്ത്രീയുടെ ശരീരത്തിൽ കയറി പിടിക്കുന്ന ഈ സ്ത്രീയെ അതിക്രമിച്ച് കയറി പിടിക്കുകയും ഇയാൾ പിന്നീട് ബസ്സിൽ നിന്നും ഒന്നും അറിയാത്ത ഭാവേന ഇറങ്ങി പോവുകയായിരുന്നു. സ്ത്രീ കരഞ്ഞുകൊണ്ടാണ് മുൻഭാഗത്തുണ്ടായിരുന്ന ഡ്രൈവറോട് വന്ന് കാര്യം പറയുകയും ഡ്രൈവർ ഓടിച്ചെന്ന് ആ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയ ഇയാളെ പിടിക്കുകയുമായിരുന്നു. അങ്ങനെ പിടിച്ച് ഹരിപ്പാട് പോലീസിന് വിവരം അറിയിച്ച ഹരിപ്പാട് പോലീസിന് ഇയാൾ കൈമാറി. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ KSRTCയിലെ തന്നെ ജീവനക്കാരനാണെന്നുള്ള വിവരം പുറത്താകുന്നത്. ആലപ്പുഴ വയലാർ സ്വദേശിയാണ്. ഇയാളുടെ പേര് രഞ്ജൻ എന്നാണ്. 52 വയസ്സാണ് ഇയാൾ. കായംകുളം KSRTC ഡിപ്പോയിലെ ജീവനക്കാരൻ കൂടിയാണെന്ന് വിവരം അറിയുന്നത്. ഇയാൾ അങ്ങനെ ചെയ്തിട്ടില്ല, കയറി പിടിച്ചിട്ടില്ല എന്നാണ് പോലീസിന് നൽകിയ മൊഴി. പക്ഷേ ഈ ഈ സ്ത്രീയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മറ്റ് ചില ആളുകളും ഇയാൾ ഈ രീതിയിൽ സ്ത്രീയെ കയറി പിടിക്കുന്നതായി കണ്ടതായി സാക്ഷിയും പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും ഇയാൾക്കെതിരെ ഹരിപ്പാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ശരി, മനീഷ് മെഹിബാലാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.